ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ തുടക്കം ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ സംഭവിക്കുന്നതല്ല. മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടാണ് ഏതൊരു വ്യക്തിയും ഹൃദയാഘാതത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ കേടിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരുപാട് തെറ്റുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഈ പറയുന്ന ഓരോ സൂചനകളും നമ്മൾ സാധാരണഗതിയിൽ അവഗണിക്കുകയാണ് പതിവ്. എന്തൊക്കെയാണ് ഈ സൂചനകൾ? ഒന്നാമത്തെ സൂചന, ഓരോ വർഷവും നമ്മുടെ കപ്പാസിറ്റി കുറയുന്നതാണ്. നമുക്ക് നടക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ കിതപ്പ് വരികയാണ്, ക്ഷീണം കൂടി വരികയാണ്. ഒരു വർഷം മുമ്പ് നടന്ന അത്ര കപ്പാസിറ്റിയിൽ ഈ വർഷം നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ഹൃദയ രക്തധമനികളിലെ രക്തയോട്ടത്തിന്റെ തടസ്സം കൊണ്ടും ഹൃദയത്തിന്റെ പമ്പിങ് കുറയുന്നത് കൊണ്ടും ഈ മാറ്റങ്ങൾ സംഭവിക്കാം. രണ്ടാമത്തെ സൂചന ഉറക്കത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. പഴയതുപോലെ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല. കൃത്യമായി ഒരു 6 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഗാഢനിദ്ര നമുക്ക് സാധ്യമാവുന്നില്ല. രാത്രിയിൽ പലപ്പോഴും നെഞ്ചിടിപ്പുമായിട്ട് നമ്മൾ ഞെട്ടിയുണരുകയാണ്. ഇതെല്ലാം പതുക്കെ പതുക്കെ ഹൃദയ രക്തധമനികൾ നീർക്കെട്ടുണ്ടാക്കാനും BP-യിൽ വർധനവുണ്ടാക്കാനും രക്തധമനികൾ സ്റ്റിഫ് ആവാനും പതുക്കെ ഹൃദയാഘാതം ഉണ്ടാക്കാനും കാരണമായേക്കാം. മൂന്നാമത്തത്, നമ്മളിൽ പല ആളുകൾക്കും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലായിരിക്കും. നമ്മൾ വളരെ ആശ്വാസത്തിലാണ് ഇരിക്കുക. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രക്തധമനികൾക്കകത്ത് നീർക്കെട്ട് ഈ ടെസ്റ്റുകളിൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിൽ ചിലരെങ്കിലും HSCRP എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും ലൈപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്ന പ്രത്യേക കൊളസ്ട്രോളിന്റെ ടെസ്റ്റും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓർക്കുക, ഹാർട്ട് അറ്റാക്ക് പലപ്പോഴും സംഭവിക്കുന്നത് കടുത്ത ബ്ലോക്കിൽ നിന്നായിരിക്കണമെന്നില്ല. കുഞ്ഞു ബ്ലോക്കുകളിലും വിള്ളൽ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാം. നാലാമത്തത്, പല ആളുകളുടെയും അരവണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അരവണ്ണം കൂടുമ്പോൾ വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന സജീവമായിട്ടുള്ള ഒരു ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഇതിൽ നിന്ന് വരുന്ന ഹോർമോണുകൾ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുകയും രക്തധമനികളിൽ നീർക്കെട്ട് വരികയും പതുക്കെ ബ്ലോക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. നമ്മളിൽ ഏതൊരു വ്യക്തിയുടെയും അരവണ്ണം ഒരു വർഷത്തിൽ 2 ഇഞ്ചിലധികം കൂടുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഗൗരവത്തിലെടുക്കണം. അഞ്ചാമത്തെ സൂചന, പല ആളുകളിലും ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ഒരു പ്രവണത ഓരോ വർഷവും കൂടി വരുന്നു. നമുക്ക് വിശപ്പ് കൂടുകയാണ്. ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക ആശ്വാസം നമുക്ക് ഡോപ്പമിന്റെ ഒരു കിക്ക് തരുന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ അത് ഷുഗർ ലെവലിലും ട്രൈഗ്ലിസറൈഡിന്റെ അളവിലും വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. സ്ട്രെസ് ഉണ്ടാവുന്ന ഒരു വ്യക്തി സ്ട്രെസ് ഉള്ള സമയത്ത് ഫുഡ് കഴിക്കാനുള്ള ഒരു പ്രലോഭനം എന്ത് വിധേനയും തടഞ്ഞേ മതിയാവും. ആറാമത് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും കൃത്യമായ ഇടവേളകളിൽ ഹാർട്ട് ചെക്കപ്പ് ചെയ്യുന്നത് അവഗണിക്കാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലക്ഷണം ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവർ ചെക്കപ്പ് ചെയ്യാൻ മടിക്കുകയാണ്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും ഹൃദ്രോഗവും ഹൃദയത്തിലെ ബ്ലോക്കുകളും സൈലന്റ് ആയിരിക്കും. ത്രെഡ്മിൽ ടെസ്റ്റിലൂടെ മാത്രമേ അതെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വർഷങ്ങളോളം ഇതിന്റെ സൂചനകളും സിഗ്നലുകളും അവഗണിക്കുന്ന വ്യക്തികൾക്കാണ് പെട്ടെന്നൊരു ദിവസം ഹാർട്ട് അറ്റാക്ക് കൊണ്ടോ സംഭവിക്കുന്നത്.